നമസ്കാരം. റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. 2023-24 എന്ന ഈ സീസൺ അതിൻ്റെ അവസാന ഘട്ടത്തിൽ എത്തിക്കഴിഞ്ഞു. ആരായിരിക്കും ഇത്തവണത്തെ ബാലൻഡിയോർ പുരസ്കാരം സ്വന്തമാക്കുക എന്ന ചൂടേറിയ ചർച്ചകൾ ഇപ്പോഴും ഫുട്ബോൾ ലോകത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട ഒട്ടേറെ പവർ റാങ്കിങ്ങുകൾ ഒക്കെ ഇപ്പോൾ പുറത്തേക്ക് വന്നിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട ഒരു ലേഖനം സ്പാനിഷ് മാധ്യമമായ മാർക്ക പ്രസിദ്ധീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. 3 പേർക്കാണ് അവരിപ്പോൾ ഏറ്റവും കൂടുതൽ സാധ്യതകൾ കൽപ്പിക്കുന്നത്. ഒന്ന് PSG ഫ്രഞ്ച് സൂപ്പർ താരമായ കിലിയൻ എംബപ്പയാണ്. ഈ സീസണിൽ PSG-ക്കൊപ്പം 4 കിരീടങ്ങൾ സ്വന്തമാക്കാനുള്ള ഒരു അവസരം അദ്ദേഹത്തിന്റെ മുന്നിലുണ്ട്. മറ്റൊരു താരം ജൂഡ് ബെല്ലിംഗ്ഹാം ആണ്. റയൽ മാഡ്രിഡിന് വേണ്ടി അസാധാരണമായ പ്രകടനമാണ് ഈ ഒരു മധ്യനിര താരം ഇപ്പോൾ പുറത്തെടുക്കുന്നത്. റയലിനൊപ്പം ഈ സീസണിൽ 3 കിരീടങ്ങൾ സ്വന്തമാക്കാനുള്ള സാധ്യത അദ്ദേഹത്തിനുണ്ട്. അതുപോലെ തന്നെ മറ്റൊരു താരം വരുന്നത് വിനീഷ്യസ് ജൂനിയർ ആണ്. ബ്രസീലിയൻ സൂപ്പർ താരമായ വിനീഷ്യസ് റയലിന് വേണ്ടി മികച്ച പ്രകടനം ഇപ്പോഴും നടത്തുന്നു. ക്ലബിനൊപ്പം 3 കിരീടങ്ങൾ സ്വന്തമാക്കാനുള്ള സാധ്യത അദ്ദേഹത്തിനുണ്ട്. ഈ ഒരു 3 താരങ്ങൾക്കാണ് നിലവിൽ പ്രധാനമായും സാധ്യതകൾ മാർക്ക ഇപ്പോൾ കൽപ്പിക്കപ്പെടുന്നത്. അതുപോലെ തന്നെ ലയണൽ മെസ്സി, അതുപോലെ തന്നെ ക്രിസ്ത്യാനോ റൊണാൾഡോ, ഇവരെ കുറിച്ചുള്ള ഒരു വിശകലനവും അവർ നൽകിയിട്ടുണ്ട്. അതായത് ഈ 2 താരങ്ങളെയും നമുക്ക് പൂർണ്ണമായും സാധ്യതാ ലിസ്റ്റിൽ നിന്നും ഇപ്പോൾ തള്ളിക്കളയാൻ കഴിയില്ല. എന്തെന്നാൽ വരുന്ന ഇന്റർനാഷണൽ ബ്രേക്കിൽ അഥവാ ഈ ഒരു ക്ലബ്ബ് സീസൺ അവസാനിച്ചതിന് ശേഷമാണ് കോപ്പ അമേരിക്ക ടൂർണമെന്റും യുവേഫ യൂറോ കപ്പ് ടൂർണമെന്റും അരങ്ങേറുന്നത്. അതിൽ ഈ 2 താരങ്ങളുടെയും ടീമുകൾ പങ്കെടുക്കുന്നുണ്ട്. നമുക്കറിയാം ക്രിസ്ത്യാനോ റൊണാൾഡോയാണ് പോർച്ചുഗലിനെ നയിക്കുന്നത്, മെസ്സിയാണ് അർജന്റീനയെ നയിക്കുന്നത്. അങ്ങനെ ലയണൽ മെസ്സിയുടെ നേതൃത്വത്തിൽ അർജന്റീന കോപ്പ അമേരിക്ക കിരീടം നേടിയാൽ അല്ലെങ്കിൽ നിലനിർത്തിയാൽ തീർച്ചയായും മെസ്സിക്ക് അവിടെ ഒരു ബാലൻഡിയോർ പുരസ്കാര സാധ്യത ഉയർന്നു വരും. മെസ്സി മുന്നോട്ട് കുതിച്ചു വരും എന്നാണ് മാർക്കയുടെ ഒരു പ്രവചനം വരുന്നത്. നമുക്കറിയാം കഴിഞ്ഞ സീസണിൽ MLS ക്ലബായ ഇന്റർ മയാമിക്ക് വേണ്ടി മികച്ച പ്രകടനം മെസ്സി നടത്തിയിട്ടുണ്ട്. ലീഗ്സ് കപ്പ് കിരീടം മെസ്സി അവിടെ നേടിക്കൊടുത്തിട്ടുണ്ട്. ആ ഒരു ടൂർണമെന്റിൽ ഏറ്റവും മികച്ച താരവും ഏറ്റവും കൂടുതൽ ഗോളുകൾ നേടിയ താരവും മെസ്സി ആയിരുന്നു. മാത്രമല്ല ഈ സീസണിലും ഇന്റർ മയാമിക്ക് വേണ്ടി മികച്ച പ്രകടനം മെസ്സി നടത്തുന്നുണ്ട്. ഇനി ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ കാര്യത്തിലേക്ക് വന്നാൽ പോർച്ചുഗലിനൊപ്പം യൂറോ കപ്പ് കിരീടം ക്രിസ്ത്യാനോ റൊണാൾഡോ നേടിയാൽ, അതുപോലെ തന്നെ അദ്ദേഹം തിളങ്ങുകയും ചെയ്താൽ അദ്ദേഹവും ഈ ഒരു ബാലൻഡിയോർ സാധ്യതയിൽ മുന്നോട്ട് കുതിച്ചു വരും എന്നാണ് മാർക്ക ഇപ്പോൾ വിലയിരുത്തിയിട്ടുള്ളത്. നമുക്കറിയാം സൗദി അറേബ്യയിൽ മികച്ച പ്രകടനം ക്രിസ്ത്യാനോ റൊണാൾഡോ നടത്തുന്നുണ്ട്. കഴിഞ്ഞ 2023 എന്ന കലണ്ടർ വർഷത്തിൽ ഏറ്റവും കൂടുതൽ ഗോളുകൾ നേടിയ താരം ക്രിസ്ത്യാനോ റൊണാൾഡോയാണ്. മാത്രമല്ല ഈ സീസണിൽ സൗദി അറേബ്യൻ ലീഗിൽ ഏറ്റവും കൂടുതൽ ഗോളുകളും ഏറ്റവും കൂടുതൽ ഗോൾ പങ്കാളിത്തങ്ങളും വഹിച്ച താരം ക്രിസ്ത്യാനോ റൊണാൾഡോയാണ്. അപ്പോൾ മെസ്സിയും ക്രിസ്ത്യാനോ റൊണാൾഡോയും തങ്ങളുടെ ലീഗുകളിൽ മികച്ച രൂപത്തിൽ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നുണ്ട്. ദേശീയ ടീമിന് വേണ്ടി ഈ ഒരു കിരീടങ്ങൾ നേടിയാൽ ഈ 2 താരങ്ങൾക്കും ബാലൻഡിയോർ പുരസ്കാരം നേടാനുള്ള ഒരു സാധ്യത അവിടെയുണ്ട് എന്നാണ് ഇപ്പോൾ മാർക്ക വിലയിരുത്തിയിട്ടുള്ളത്. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. കാണാം.